വീഡിയോസിലേക്ക് സ്വാഗതം. യാത്ര 2 ടീസർ ഇറങ്ങി ഇപ്പോൾ 11 മണിക്കൂർ കഴിയുമ്പോൾ 2 മില്യന് മുകളിലുള്ള ജനങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യാത്ര 2 മമ്മൂട്ടി സിനിമ. നമുക്കറിയാം മമ്മൂട്ടി എത്ര നേരത്തോളം ഈ സിനിമയിലുണ്ട് എന്നുള്ള. ആദ്യത്തെ കഥകളിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ അറിഞ്ഞു. പിന്നീട് ജീവയായിരിക്കും അതിൻ്റെ നായകൻ. അത് ആദ്യം തന്നെ ഫിക്സ് ചെയ്തൊരു കാര്യമാണ്. അതായത് YSRൻ്റെ മകനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഇവിടെ YSRന് അത്ര പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. യാത്ര എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വല്ലാത്ത ഒരു ഇമ്പാക്റ്റ് തന്നെയായിരുന്നു ആ സിനിമ തെലുങ്ക് ദേശത്തുണ്ടാക്കിയത്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഈ സിനിമ ഉണ്ടാക്കിയ ചുവട് മാറ്റങ്ങളും ഓളങ്ങളും വേറെ ഒരു ലെവലിൽ തന്നെയായിരുന്നു. ആ വർഷം YSR കോൺഗ്രസിന് പൂ പറിക്കുന്ന ഈസിയിൽ ഭരണത്തിലേറാൻ കഴിഞ്ഞു. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ മഹിവി രാഘവ് ആ ഒരു ബയോപിക്കുമായിട്ട് വരികയാണ് യാത്ര 2. നമ്മൾ കാണുന്നു ഈ ഒരു ടീസറിൽ ഏകദേശം 2.5 മിനിറ്റോളം വരുമ്പോൾ നമ്മളെ ഞെട്ടിക്കുകയാണ്. അതായത് YSRൻ്റെ മരണത്തോട് തുടങ്ങുന്ന ഈ ഒരു സിനിമ പിന്നെ അങ്ങോട്ട് മകൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവസാന സീക്വൻസിലേക്ക് മമ്മൂട്ടി വരുമ്പോൾ 5 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു മമ്മൂട്ടി ആ ക്യാരക്ടറിലേക്ക് ഉൾക്കൊണ്ട് ആഴത്തിലിറങ്ങിയത്, അതേ രീതിയിൽ തന്നെ മമ്മൂട്ടിയെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ. അത് അത്ഭുതമൊന്നുമല്ല. മമ്മൂട്ടി ഏത് സിനിമ ചെയ്താലും അങ്ങനെ തന്നെയാണെന്നറിയാം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബയോപിക് സിനിമകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മമ്മൂട്ടിയുടെ ചുവട് വേറൊരു തലത്തിലേക്ക് ഉയരുന്നത് നമ്മൾ കാണാറുണ്ട്. എന്താണേലും തെലുങ്ക് ദേശത്ത് നമ്മളുടെ ഒരു താരത്തിന് ഇത്രത്തോളം ഒരു ഗംഭീര സ്വീകരണം കിട്ടുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം അത് വേറെ ഒരു ലെവലിൽ തന്നെയാണ്. അതായത് മമ്മൂട്ടിയുടെ 200 കോടി സിനിമയാണ് ഇവിടെ ലോഡ് ചെയ്യുന്നത്. ഓൾറെഡി 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത യാത്ര എന്ന സിനിമയ്ക്ക് പിന്നാലെ 5 വർഷങ്ങൾക്ക് ശേഷം യാത്ര 2 വരുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഇത് ആളിക്കത്തുന്ന ഫയറായിരിക്കുമെന്നുള്ളത്. അതായത് മമ്മൂട്ടിയെ കാണിക്കുന്ന സീക്വൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നു അവരുടെ YSR തിരിച്ചു വന്നതായിട്ട് തന്നെയാണ്. ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് അതിനകത്തിൽ പറയുന്നുണ്ട്. അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ നമുക്ക് നശിപ്പിക്കാം എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ജഗൻമോഹൻ റെഡ്ഡിയുടെ അല്ലെങ്കിൽ YSRൻ്റെ കഥ പറയുമ്പോൾ രാജശേഖര റെഡ്ഡി പറയുമ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ കാര്യവുമായിരുന്നു വരുന്നത്. ഇവിടെ ജഗൻമോഹനായിട്ട് ജീവ അഴിഞ്ഞാടുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ മുകളിൽ താണ്ഡവമാടുന്ന YSR ആയി നിൽക്കുന്ന മമ്മൂട്ടിയെ. ഓരോ നിമിഷങ്ങളും ഓരോരുത്തരുടെയും കണ്ണ് നിറയിപ്പിക്കുന്ന ഒരു ബയോപിക് ഇത്. നമുക്കറിയാം കുറച്ച് സമയങ്ങളെ മമ്മൂട്ടി ഉണ്ടാവുള്ളൂ. കൂടി വന്ന 20 അല്ലെങ്കിൽ 25 മിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അരമണിക്കൂർ. പക്ഷേ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് സിനിമ തീ പിടിപ്പിക്കാൻ മമ്മൂട്ടി മതി എന്നുള്ളതാണ്. കമൻസുകൾ വായിക്കുമ്പോൾ തെലുങ്കന്മാരുടെ ആ ഒരു വാക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ മമ്മൂക്കിയല്ല കാണുന്നത്. അവർ പറയുന്നു അവരുടെ YSRനെ വീണ്ടും കണ്ടു എന്നുള്ളത്. പ്രത്യേകിച്ച് മമ്മൂട്ടി സാർ ആൻഡ് ജീവ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ആ 2 കഥാപാത്രങ്ങളെയും കാണുന്നു. ഒപ്പം നമുക്ക് മറ്റ് കഥാപാത്രങ്ങളും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരെയും കാണിക്കുമ്പോൾ ആ ഒരു രീതിയിൽ അവരെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു ടീസറാണ് ഇപ്പോൾ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് തെലുങ്ക് ദേശത്ത് ആളിപ്പട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യാത്ര കേരളത്തിൽ പോലും അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കണ്ട ഒത്തിരി പേർക്ക് ആ ഒരു സിനിമ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ യാത്ര 2 വരുമ്പോൾ ഇവിടെ മലയാളമല്ല ലക്ഷ്യം വെക്കുന്നത്, തെലുങ്ക് ദേശമാണ്. അതായത് ഫെബ്രുവരി 8 സിനിമ തെലുങ്കിൽ ആളിപ്പടരാൻ പോവുകയാണ്. വീണ്ടും ഒരു ബയോപിക്കിലൂടെ ഒരു ഇൻഡസ്ട്രിയിൽ 200 കോടിക്ക് മുകളിൽ നേടുന്ന ഏക നടനായി മാറുന്നു മമ്മൂട്ടി. ഓൾറെഡി 100 കോടിക്ക് മുകളിൽ തെലുങ്കിൽ ഒരു ബയോപിക്കിലൂടെ നിന്ന മമ്മൂട്ടി രണ്ടാമത്തെ സിനിമ വരുമ്പോൾ ഒരുപക്ഷെ 200 അല്ല, ചിലപ്പോൾ അതിന് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് പറയാം. അപ്പോൾ യാത്ര 2 ടീസർ കണ്ട നിങ്ങൾക്കൊക്കെ ഒന്ന് പറയാം എങ്ങനെയുണ്ടായിരുന്നു ആ ടീസർ, ഒന്ന് കമൻസിലൂടെ പറയാം. ഗ്രേറ്റ് മീഡിയ.